അങ്ങനെ ഇന്ന് സെപ്റ്റംബർ 11, ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പോൾ ഗ്രാൻഡായിട്ടൊന്നുമല്ല, ചെറുതായിട്ട് കുഞ്ഞൊരു പരിപാടി വെച്ചാൽ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഏട്ടന് സർപ്രൈസ് ആയിട്ട് ഞാൻ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഹോം മെയ്ഡ് കേക്ക് തന്നെ ഇവിടെ അടുത്തുള്ളതന്നെ കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതന്നെ. അപ്പോൾ ഞങ്ങൾ ഏട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്പാടി ഇതേ അച്ഛനെ കാത്ത് നിൽക്കുക കേട്ടോ, സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവന് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് വേഗം റൂമിലൊക്കെ വന്നുട്ടാ. അപ്പോൾ നീ കണ്ടോളൂ കേട്ടോ അടുത്ത ഏട്ടൻ്റെ എക്സ്പ്രഷൻ. ചെറുതായിട്ട് ബലൂണും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ട് അവൻ തുള്ളിച്ചാടി കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദേ ഏട്ടൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോളൂ കേട്ടോ. ഏട്ടന് ഭയങ്കര സന്തോഷമായിട്ട് സർപ്രൈസായി. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമില്ല, അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ. അങ്ങനെ ഇതേ ഞാൻ ഏട്ടൻ്റെ ഷർട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിട്ട് ഷർട്ട് എങ്ങനെയുണ്ട്, ഈ കളർ ഏട്ടനില്ല, അപ്പോൾ ഞാൻ ഈ കളറിനെ സെലക്ട് ചെയ്തു. ഷർട്ട് ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായി പറയൂ കേട്ടോ. അങ്ങനെ ഇതേ അടുത്ത കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അമ്മയുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ അമ്പാടി ഹാപ്പി ബർത്ത്ഡേ കേട്ടോ പറയുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ അതാണ് അമ്മയും കേക്കൊക്കെ ഇതേ മുറിച്ച് ഞങ്ങൾക്കൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിപൊളി ഹോം മെയ്ഡ് കേക്കൊക്കെ കഴിച്ചിട്ടോ ചേച്ചി, താങ്ക് യു. അങ്ങനെ എല്ലാവർക്കും കേക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ കേക്ക് മുറിക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടാണ്. അപ്പോൾ ഇതേ കറങ്ങുന്ന ഷവായി ചിക്കല്ലേ, അതാ വാങ്ങിച്ചിട്ടോ. അവിടുത്തെ ഷവായി അടിപൊളിയാട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴിമന്തി റൈസ് വാങ്ങാൻ ഞങ്ങൾ വേറെ കടയിലാട്ടോ പോയത്. അപ്പോൾ ഇതേ റൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഷോപ്പിലാട്ടോ വന്നപ്പോൾ അവിടുന്ന് റൈസൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. എന്നാലല്ലേ നമുക്ക് അതനുസരിച്ച് നമുക്കും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.